ഹലോ ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഷെഫീൽഡാണ്. എന്തിനാണ് നമ്മൾ വന്നത്? ഞങ്ങൾ യൂട്യൂബേഴ്സ് യുകെയിലെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പിനകത്തേക്കാണ്. അപ്പം യുകെയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആദ്യമായിട്ട് നടത്തുന്ന ഒരു മീറ്റപ്പാണ്. അപ്പോൾ ആ മീറ്റപ്പ് കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും നമ്മൾ അധികം ആൾക്കാരും നമ്മൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല അല്ലേ? അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് തമ്മിൽ കാണാനും പരിചയപ്പെടാനും അങ്ങനെ ഒരു അവസരം, ചുമ്മാ ഒരു ഫൺ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഗ്രാൻഡ് കേരള എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അല്ലേ, നമ്മൾ നേരത്തെ വന്നിട്ടില്ലേ? ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് മീറ്റപ്പ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇന്നുകൊണ്ട് കാണിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങളിടുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനുള്ള കണ്ടന്റ് ഒന്നും മിസ്സായിരിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇപ്പം ഞങ്ങളുടെ അലാറം അടിച്ചില്ല. അതിനോട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴിയും കൂടെ തെറ്റില്ലേ? അതെ, മാപ്പിന് വളരെയധികം പ്രാവീണ്യമുള്ള നമ്മുടെ എന്താണെന്നറിയത്തില്ല നോക്കി തെറ്റിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ട് പോലെ ഇറങ്ങിയ പരിപാടി മാപ്പ് നോക്കി തെറ്റിക്കുന്നതാണ്. മനസ്സിലായോ? കൺഫ്യൂഷൻ മനസ്സിലായോ? അത് പോയി, ഭംഗി പോയി. ഇത് ഷെഫീൽഡിലുള്ള ട്രാമാണ്. നമ്മുടെ ലീഡ്സിൽ ഇല്ലാത്തൊരു സാധനവും ട്രാമാണ്. വലിയ സിറ്റി എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഈ ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് ഷെഫീൽഡിന്റെ സിറ്റി സെന്ററിൽ തന്നെ ആയിരുന്നു. അവരാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവർ ബുക്ക് ചെയ്ത ഹോളിൽ നമ്മൾ പോയി രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള റിസ്റ്റ് ബാൻഡും അതേപോലെ തന്നെ ബാഡ്ജും സാധനങ്ങളും എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഹോളിനകത്ത് കയറി നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ആവുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഞാൻ വെച്ചാൽ ഞങ്ങളായിരിക്കും ലേറ്റ് അയക്കുന്നതെന്ന്, പക്ഷേ മൊത്തത്തിലൂടെ പരിപാടി എടുക്കാൻ സ്വല്പം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രണവ് വന്നിട്ടുണ്ട്, മല്ലു മെക്കാനിക് ഉണ്ട്. അങ്ങനെ നമ്മുടെ യുകെയിലെ അത്യാവശ്യം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പയ്യെ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും ആ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത് ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ്. അവർ നമ്മളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇനാഗുറേഷനാണ്. മിസ്റ്റർ ബാലഗോപാൽ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ BBC ഒക്കെ അണ്ടർ കവറിൽ പോയിട്ട് ആ ഒരു സ്റ്റോറിയൊക്കെ ഇമിഗ്രേഷൻ വർക്കേഴ്സിൻ്റെ സ്റ്റോറിയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന ബാലഗോപാൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹവും അതേപോലെ മറ്റുള്ള ഇതിൻ്റെ കോർഡിനേറ്റേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ ഈ പ്രോഗ്രാം അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു. ബാക്കി നമ്മുടെ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളെല്ലാം, കാരണം കുറേ ആൾക്കാർ വീണ്ടും സംസാരിക്കാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സംസാരിക്കുകയും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കുറച്ച് നേരം ഒരു 10 മിനിറ്റ് യൂട്യൂബിൽ എങ്ങനെ റീച്ച് ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചും മെസ്സിയോനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടി. ഞാനും അത് നല്ലപോലെ ചെയ്തു. പിന്നാണ് നമ്മുടെ ആ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഷെഫീക്ക് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് പരിപാടി കളറായി തുടങ്ങിയത്. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരോ സെക്ഷനായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആർട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഈ ആർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ മച്ചാനാണ്. അപ്പം 10 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് വരച്ച പടമാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഒരു ആംഗിൾ കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കിടിലം പടമായിരുന്നു. നമ്മൾ ഗ്രാൻഡ് കേരളയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഷെഫീക്കിൻ്റെ പാട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. നമ്മൾ പയ്യെ ഡാൻസ് കളിക്കുകയും നമ്മൾ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചാണ് നമ്മുടെ ഈ ഒരു പരിപാടി എല്ലാവരും കൂടെ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞെങ്കിൽ പോലും നമ്മളെ എല്ലാവരും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളത് ഈ പരിപാടിക്കകത്താണ്. നമ്മുടെ എല്ലാവരുടെ കൈകളിലൂടെ ഈ ഒരു എല്ലാരും കൈ
ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നമ്മുടെ ഒരു ടൈറ്റിൽ സ്പോൺസർ ആവാൻ ഗ്രാൻഡ് കേരളയ്ക്ക് താല്പര്യമുണ്ടെന്നുള്ള കാര്യം അവരുടെ സൈഡിൽ നിന്ന് നമ്മളെ അറിയിച്ചു. അതുമാത്രമല്ല നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ലക്കി ഡിപ്പ് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ലക്കി ഡിപ്പ് നറുക്കിട്ടെടുത്തിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ ലക്കി ഡിപ്പായിട്ട് കൊടുത്തു. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഏകദേശം 1 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഗ്രാൻഡ് കേരളയിലേക്ക് വിട്ടു. കിടിലം ഫുഡായിരുന്നെന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇതിനകത്തെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ നമുക്ക് വെറുതെ ഫുഡ് കഴിക്കുക മാത്രമല്ല, ശരിക്കും അതൊരു റിയൽ അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതേപോലത്തെ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിനകത്ത് കയറുന്ന വഴിയാണെങ്കിലും നല്ല രസമാണ്. ആ ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സിസ്റ്റത്തിനകത്ത് കുറച്ച് ലൈറ്റ് എഫക്ട്സും ഒക്കെ വെച്ചിട്ട്, അപ്പോൾ ഇതിനകത്തൂടെ കയറി നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ തന്നെ അതിനകത്ത് വാൾ ആർട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മലയാളി തനിമയുള്ള വാൾ ആർട്ടുകളാണ്. ഒരു കോഴിക്കോട് ടച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കിടിലം വാൾ ആർട്ടുകളാണ്. നല്ല രസമാണ് കാണാൻ. അപ്പം ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ഫുഡ് ഇന്നും ബുഫയാണ്. നമുക്ക് മെയിനായിട്ടും ഇന്നത്തെ മെനു എന്ന് പറയുന്നത് വെള്ളയപ്പം, അതേപോലെ തന്നെ സ്റ്റ്യൂവ്, അതേപോലെ മലബാർ ബിരിയാണി, മലബാർ ചിക്കൻ ദം ബിരിയാണി, അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. ഇത് ബീഫ് കട്ട്ലറ്റാണ്. അപ്പം നമ്മൾ പയ്യെ ഫുഡ് കഴിച്ചു തുടങ്ങി. ബിരിയാണി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഞാൻ UK കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാണ് ഇവിടുത്തെ. പറയാതിരിക്കാമേ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തുകൊണ്ട് ബിരിയാണി മേടിച്ചില്ല എന്ന് ആലോചിച്ച് ഇപ്പം വിഷമിക്കുമായിരുന്നു. കാരണം അത്ര കിടിലം ബിരിയാണിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡും എല്ലാം കഴിച്ച് പുറത്തിറങ്ങി. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കിടിലം മലബാർ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഷെഫീൽഡ് വരുന്നവരാണെങ്കിൽ ഗ്രാൻഡ് കേരള തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ അബി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആളുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരോട്, അബിയോടും വൈഫിനോടും നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എന്നുള്ള കാര്യം. ഇപ്പോൾ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി ഫുഡ്. നമ്മള് ഇപ്പം മലയാളി ഹോട്ടലൊക്കെ കുറവാണ് നമ്മുടെ ഐഡിയ. അപ്പം ഇവിടെ വന്നപ്പോൾ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞങ്ങളിങ്ങനെ കേരള ബിരിയാണി, ഞങ്ങളുടെ ഇടയ്ക്ക് ഹിന്ദി നോർത്ത് ഇന്ത്യൻ ടൈപ്പേ കിട്ടുള്ളൂ. ചെന്നൈ ദോശ ഭയങ്കര ഹാപ്പി. ഓക്കെ, ശരി. അബ്ബീസ് എൻ്റെ കൂടെ ഉണ്ട്. അബ്ബീസ് UK നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ മീറ്റപ്പ് തന്നെ? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി മീറ്റപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ട ആളുകളെ നേരിട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇവരൊക്കെ എങ്ങനെ കാണുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും ഷെഫീൽഡിൽ വന്ന് അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളാണെങ്കിലും സൂപ്പറായിരുന്നു. ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ തന്നെ അവർ, നമ്മൾ 10-65 പേരുണ്ടെങ്കിലും അവർ എല്ലാം നല്ല രീതിയിൽ, നല്ല ബിരിയാണി ആണെങ്കിലും നല്ല കൈമാ റൈസിൻ്റെ ചിക്കൻ ബിരിയാണി, പിന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെ മൊത്തത്തിൽ ഒരു കളർ കിട്ടില്ല. അപ്പോൾ അബീസൊക്കെയാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഇങ്ങനെ എല്ലാവരെയും ഒത്തുകൂട്ടിയവരായിട്ട്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. UK ഫെദേഴ്സ് എന്ന് പറഞ്ഞ ചാനലിലെ ആളുകളുണ്ട്. ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങള് വിചാരിച്ചില്ല ഇത്രയും ഗ്രാൻഡ് ആവുന്നു. അതെ, എല്ലാവരും മീറ്റ് ചെയ്യാനും പറ്റിയല്ലേ, അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതിൽ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവരൊക്കെ കാണാനും പറ്റി. അടിപൊളിയായിരുന്നു. സന്തോഷം, നിങ്ങളെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റപ്പ്? മീറ്റപ്പ് അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ ഹാപ്പി ആൻഡ് എൻജോയ് ചെയ്തൊരു മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചെറിയൊരു മീറ്റപ്പ് ആയിരിക്കും, എല്ലാവരും കണ്ട് ഹൈവേ പറയുന്നൊക്കെ വിചാരിച്ചേ, പക്ഷെ എല്ലാവരും നല്ല തകർത്തു, അടിപൊളിയായിരുന്നു. നന്ദനെ വൺ ഓഫ് ദ കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അപ്പൊ നല്ലൊരു ജോബാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. താങ്ക് യു. എല്ലാവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ, ഓർഗനൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. ആദ്യം തുടക്കത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നില്ല, പിന്നെ എല്ലാവരും ഹെൽപ്പിന് വന്നു. എല്ലാവരും കൂടെയാണ് ഈ ഒരു മീറ്റപ്പ് ഇത്രയും നന്നായി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതിൽ. ശരി, മിസ്റ്റർ മല്ലു മെക്കാനിക്സ്, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഫുഡും അടിപൊളിയായിരുന്നു. കണ്ടതിലും പരിചയപ്പെട്ടതിലും നല്ല രസമുള്ള ഫുഡായിരുന്നു. ശരി ബ്രോ. പ്രണവ്, എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു. പരിപാടി ഗ്രാൻഡ്, ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ഗ്രാൻഡ്. അതെ, സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മളെല്ലാം മീറ്റ് ചെയ്തില്ല. ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ബ്രോന്റെ വീഡിയോ കൊണ്ടാണ് ഞാൻ ബാഗ് പാക്ക് ചെയ്തത്. എന്തായാലും പരിചയപ്പെടൽ ഭയങ്കര വീഡിയോ കണ്ടിട്ട് ഇന്നലെ എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കാണാം. നമ്മളെ ലാസ്റ്റ് പരിപാടി അവസാനിപ്പിക്കുന്നതിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമാണ്. എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. നമ്മുടെ ഗ്രാൻഡ് കേരള മുമ്പിൽ നിന്നിട്ട് എന്താണ് അതിന്റെ പ്രശ്നം? നമ്മളിവിടെ ലാസ്റ്റത്തെ ഫോട്ടോഷൂട്ടാണ്. മല്ലു ട്രക്കർ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി?
പരിപാടി ഗ്രാൻഡായിരുന്നു. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. രക്ഷയില്ല. മലബാർ ബിരിയാണി അല്ലേ? തീർച്ചയായും ഗ്രാൻഡിലെ നമ്മുടെ അവിടുത്തെ ഗ്രാൻഡിലെ പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ കുക്കിനെ പോയി പരിചയപ്പെട്ട് എന്റെ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രാവൽ ചെയ്യണോണ്ട് ഞാൻ ഡ്രൈവിംഗ് ഫീൽഡ് ആയ കാരണം ഒരുപാട് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാറുണ്ട്. ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുത്തെ കാടൊക്കെ വാങ്ങിച്ച് സെപ്പറേറ്റ് പോക്കറ്റ് വെറുതെ സെപ്പറേറ്റ് കാടൊക്കെ വാങ്ങിച്ചിട്ട് ട്രക്കിന് വരുമ്പോൾ ഇവിടെ അടുപ്പിക്കാൻ പറ്റില്ല, വണ്ടി വേറെ സ്ഥലത്ത് രണ്ടുവരും. പിന്നെ എവിടേക്ക് വരാൻ പറ്റും, ഏതിനെ വരാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് കൊളാബൊക്കെ ചെയ്യണം. തീർച്ചയായും കാണണം. തീർച്ചയായും. ഓക്കെ, ശരി, പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ ഇവിടെ ഗ്രാൻഡ് കേരളയിലെ ഇവരുടെ ഓണേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തും നിങ്ങള്. എന്റെ പേര് അൻസി. അൻസി, ബേസിൽ എത്ര നാളായി നിങ്ങൾ ഗ്രാൻഡ് കേരള സ്റ്റാർട്ട് ചെയ്തത്? 9ാമത്തെ മാസം. അപ്പം നല്ല ഫുഡായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തതിന്. അപ്പം നിങ്ങൾ എല്ലാ എല്ലാ ദിവസവും ഓപ്പൺ ആണോ? അതെ, എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 11 മണി വരെ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഷെഫീൽഡ് സെന്റർ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, അതെ, ടൂർ വരുന്നവർക്ക് ഏറ്റവും കടകളുണ്ട്. ഓക്കെ, അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. അതെ, ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബേസിക്കലി ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടതിൽ സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓഡിയൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിസിറ്റ് ചെയ്യട്ടെ, നല്ല സർവീസ് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ശരി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയിലെ പാട്ടുകാരൻ UK മല്ലു അല്ലേ? UK മല്ലു എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളി പരിപാടിയായിരുന്നു. പ്രതീക്ഷയിലെ ഒരു വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും തന്നെ അതിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളത്. നല്ല വൈബായിരുന്നല്ലേ? ആരും മാറി നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് പോലും പോകണ്ട. അപ്പൊ അത്രക്കൊരു വൈബായിരുന്നു. എന്തായാലും ഇനിയുള്ള പരിപാടിക്ക് കുറച്ചും കൂടി ആൾക്കാരുണ്ടോ? അതെ അതെ അതെ, ഷെഫീഖിന്റെ പാട്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, കണ്ടതിലും പരിചയപ്പെടലൊക്കെ ഒരുപാട് സന്തോഷം ബ്രോ. അപ്പൊ ഇനി കാണാം. ഓക്കെ, ശരി എന്നാ. അങ്ങനെ നമ്മുടെ മീറ്റപ്പും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി. നല്ല ടയർഡാണ്, അതുകൊണ്ട് നേരെ ഞാൻ വന്ന് കട്ടിലേക്ക് കിടന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നു? നല്ലതായിരുന്നു. ഞാനിപ്പോ എന്റെ പുതിയ ഷീനി എന്ന് പറഞ്ഞ ഡ്രസ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. പരിപാടി സൂപ്പർ ആയിരുന്നല്ലേ? നമ്മൾ വിചാരിച്ചൊക്കെ വേറെ ലീഗ് പരിപാടിയായിരുന്നു. ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. എനിക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് പോയില്ലായിരുന്നു നമുക്ക് ഇത്രയും നെറ്റ്വർക്ക് നഷ്ടം. കുറേ പേരെ കണക്ട് ചെയ്യാൻ പറ്റി. ഇൻസ്പിറേഷൻ വന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്ര ആളുകളെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അവിടുത്തെ കിടിലം മലബാർ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഉറക്കം. അതാണ് മലബാർ ബിരിയാണി കഴിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഞാൻ ഇവിടെ കട്ടര ഫ്ലാറ്റായി. അപ്പോൾ എന്നാലും കിടിലം ഒരു ഉറക്കോടെ ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊരു ചെറിയ റിക്വസ്റ്റ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റുകളെ കമന്റ്സ് ഒന്നും മിസ്സായിരിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നൊരു വീഡിയോ കാണാം. ഇന്നൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.